ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തുഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2-നാണ് മകം ദർശനത്തിനായി നട തുറക്കുക. ഇന്ന് രാത്രി 10:30 വരെ ദർശനത്തിന് സൗകര്യമുണ്ടാകും. തിരക്ക് നിയന്ത്രിക്കാൻ 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ചോറ്റാനിക്കരയിൽ നിന്ന് വിനീത വിജി ചേരുന്നു വിവരങ്ങളുമായി. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ? അവിടെ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആ തിരക്കിന് ഒട്ടും കുറവില്ല. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇപ്പോൾ ദർശനത്തിലേക്കുള്ള സമയം അതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് മകം തൊഴുന്നതിനായാണ് ആ ദർശനത്തിലേക്കുള്ള ഒരു ക്രമീകരണം ഉണ്ടാവുക. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തർ അവർ പുറത്തുനിന്ന് തൊഴുത് മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിന് പുറത്ത് നീണ്ട ഒരു നിര തന്നെയുണ്ട്. അവർ പലരും ഇന്നലെ വൈകിട്ടോടുകൂടിയും പുലർച്ചയോടുകൂടിയും ഒക്കെ എത്തിയ ആളുകളാണ്. സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഈ മകം തൊഴലിന്റെ ഒരു വലിയ പ്രാധാന്യം കൂടി ഉള്ളത്. ഇങ്ങനെ എത്തുന്ന സ്ത്രീകൾക്കായി ഇത്തവണ പ്രത്യേക ക്യൂ ക്രമീകരിച്ചിട്ടുമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന സ്ത്രീകളുണ്ട്. ഇവർക്കൊക്കെയായാണ് ഈ ക്യൂ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കുടുംബങ്ങളായൊക്കെ എത്തുന്ന ആളുകൾക്ക് മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഒപ്പം തന്നെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും. അങ്ങനെയുള്ളൊരു ക്രമീകരണവും സജ്ജീകരണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 മണി മുതൽ 10:30 വരെയാണ്, രാത്രി 10:30 വരെയുള്ള ഈ ദർശനത്തിനുള്ളൊരു സജ്ജീകരണം ഉണ്ടാവും. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഞാറക്കെന്നാണ് പറഞ്ഞത്. എല്ലാ വർഷവും വരാം? ഇപ്പൊ കൊറോണയായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ്. ഇപ്പം ഇനിയിപ്പം ദർശനം ഉണ്ടാവില്ല അല്ലേ? ഇനിയിപ്പോ 2 മണിക്കാണ്. ഉണ്ടാവും. ഇനി 2 മണിക്ക് ദർശനം ശിവേലി ഇറങ്ങും. അത് കണ്ടിട്ട് അവിടെ മാറിയിരുന്ന് കാണും. ഇങ്ങനെ എത്തുന്ന നിരവധി ആളുകളുണ്ട്. ഈ പ്രായഭേദമന്യേ നിരവധി ഭക്തരാണ് ഇങ്ങനെ പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നത്. ഈ ചടങ്ങുകൾ, മകം തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 മണിയോടുകൂടി വീണ്ടും ദർശനം ഉണ്ടാവും. മകം തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദർശനമാണത്. 2 മണി മുതൽ ഒപ്പം രാത്രി 10:30 വരെയാണ്. പക്ഷേ ഈ 10:30-ക്കുള്ളിൽ, കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് നീണ്ടൊരു നിര തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10:30-ക്കുള്ളിൽ ദർശനം പൂർത്തിയാക്കിയ ആളുകൾക്ക് പൂർണ്ണമായും മടങ്ങാൻ കഴിയുമോ എന്നത് തന്നെ ഒരു സംശയമാണ്. എന്താണെങ്കിലും എല്ലാവർക്കും ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണുള്ളത്. ഈ ചൂടും മറ്റും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ഈ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് കുടിക്കാനും മറ്റുമുള്ള കുടിവെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഈ നീണ്ട ഒരു ക്യൂ, അവർ ഇങ്ങനെ ഈ മകം തൊഴിലിന്, ഈ മകം ദർശനം നടത്തുന്നതിനായുള്ള ക്യൂ ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശരി, ചോറ്റാനിക്കര മകം തുഴൽ ഇന്ന്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകുന്നത്.